അപ്പോൾ നമ്മുടെ കേരള പോലീസിൻ്റെ CPO തസ്തികയുടെ 2022 അവസാനത്തോടു കൂടി ക്ഷണിച്ചിട്ടുള്ള CPO തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ലിസ്റ്റാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2019 ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുമുണ്ട്. പുതിയ ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. 2019 ലിസ്റ്റ് നമുക്കറിയാം, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിൽ സെലക്ട് ആയിട്ടും, അതായത് ലിസ്റ്റിലുണ്ടായിട്ടും അവർക്ക് നിയമനം ലഭിക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, നമുക്ക് പുതിയ ലിസ്റ്റിലേക്ക് കടക്കാം. 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുതിയ ലിസ്റ്റുകൾ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പുതിയ CPO തസ്തികയുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. സോ അതിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് കേരള പോലീസിൻ്റെ പുതിയതായിട്ട് PSC റിലീസ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത്. ആംഡ് പോലീസ് ബറ്റാലിയൻ കാസർഗോഡ് KAP 4ൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 537/2022 ആണ്. നമ്മൾ പറഞ്ഞു KAP 4ൻ്റെ കാസർഗോഡ് ബറ്റാലിയൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ CPO തസ്തികയായിരുന്നു, മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അതായത് 2022 അവസാനത്തോടു കൂടി 2023 നോട്ടിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകപ്പെടുന്നത്. അപ്പോൾ റാങ്ക് ഒന്നാമത് വന്നിട്ടുള്ളത് മുഹമ്മദ് നസീബ് എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ്. ഇവിടെ കാണാൻ സാധിക്കും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ. ടോട്ടൽ മാർക്ക് 77.73 മാർക്ക്. അപ്പോൾ ആ ഒരു ഉദ്യോഗാർത്ഥിയാണ് ഏറ്റവും മുകളിലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നിരവധി ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അതായത് നിങ്ങൾ ഇതിൽ അർഹരായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 7ഓളം റാങ്ക് ലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടെലിഗ്രാമിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ ഇതിൽ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാ ഇതും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. PDFs മുഴുവൻ അവിടെ ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 600-ൽ കൂടുതൽ, 600-ൽ മാത്രമല്ല, സ്പെഷ്യൽ കാറ്റഗറിയും ഇവിടെ വരുന്നുണ്ട്. അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 685 ഉദ്യോഗാർത്ഥികൾ ഈ കാസർഗോഡിൻ്റെ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് കാസർഗോഡ് ബറ്റാലിയൻ്റെ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഓരോരോ ലിസ്റ്റ് വളരെ പെട്ടെന്ന് നോക്കിപ്പോകാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാറ്റഗറി നമ്പർ സെയിം ആണ്, സെയിം പോസ്റ്റ് ആണ്. ബറ്റാലിയൻ മാറുന്നതേ ഉള്ളൂ. ഇത് KAP 4 ആണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്കിലൂടെ കയറിയിട്ട് ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലിസ്റ്റ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെയാണ്. KAP 1ൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ്റഗറി നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്, നമ്മുടെ CPO തസ്തിക തന്നെയാണ്. അപ്പോൾ KAP 1ലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ റാങ്ക് 1-ൽ വന്നിട്ടുള്ളത് സംഗീത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. അദ്ദേഹം നേടിയിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയാനുള്ളത്. മൂന്നാമത്തെ ലിസ്റ്റ് നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെതാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും SAPൻ്റെതാണ്. SAPയിൽ ആദ്യത്തെ റാങ്കിൽ വന്നിട്ടുള്ളത് അനുജിത്ത് CR ആണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് താഴെ നോക്കി ചെക്ക് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ സ്കോറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പറൊക്കെ സെയിം തന്നെയാണ്, നമ്മുടെ CPO തസ്തികയാണ്. അപ്പോൾ KAP 3ൻ്റെ പത്തനംതിട്ടേൻ്റെതാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള സജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉദ്യോഗാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നാലാമത്തെ ലിസ്റ്റായിട്ട് പറയാനുള്ളത്. ഈ ലിസ്റ്റ് നിങ്ങൾക്ക് താഴ്ന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് അടുത്ത ലിസ്റ്റ്, KAP 2ൻ്റെ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടേതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് തൃശ്ശൂരുള്ള KAP 2ൻ്റെ ഇതാണ് ലിസ്റ്റാണ്. തൃശ്ശൂരിലേക്ക് അപേക്ഷിച്ചവർ ഈ ഒരു ലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ വന്നിട്ടുള്ളത് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉദ്യോഗാർത്ഥിയാണ്, റാങ്ക് 1-ൽ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് 70ൻ്റെ മുകളിൽ മാർക്ക് വാങ്ങിയവരാണ് ഏറ്റവും ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അനുബന്ധിച്ച് മാർക്ക് വാങ്ങിയവരും അതിൻ്റെ അടുത്തടുത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റ് 5 എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ലിസ്റ്റാണിത്, നമ്മുടെ തൃശ്ശൂരിൻ്റെ ലിസ്റ്റ്, അതായത് KAP 2ൻ്റെ ലിസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ആറാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത്. KAP 5ൻ്റെ ലിസ്റ്റാണിത്. KAP 5 ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് അപേക്ഷിച്ചവർ ഇതാണ് നോക്കേണ്ടത്. KAP 5 ആണ്. അപ്പോൾ KAP 5ൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥി, അതായത് ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥി അഭിരാം V നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിക്കാണ് റാങ്ക് 1 കിട്ടിയിട്ടുള്ളത്. ഏകദേശം മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ ഉദ്യോഗാർത്ഥി എത്ര സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള 7ാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയുടേതാണ്, MSP ആണ്. അപ്പോൾ MSPയിലേക്ക് അപേക്ഷിച്ചവർ ഇതാണ് നോക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൽ റാങ്ക് 1 വന്നിട്ടുള്ളത് നവനീത് എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിക്കാണ്. അദ്ദേഹത്തിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എല്ലാ PDF-ഉം, അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഒക്കെ PDF അവിടെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഈ കാര്യം മാക്സിമം PSC റിലേറ്റഡ് ആയിട്ടുള്ള, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ചാനൽ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക. ദെൻ വീഡിയോ ഇഷ്ടപ്പെടാത്ത ചാനൽ ലൈക്കും കൂടി ചെയ്തേക്കുക.